ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഷോർട്ട് വീഡിയോകളിലൂടെ നമ്മളൊരു ജോബ് വേക്കൻസി ഇട്ടിരുന്നു. അതായത് അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ, യു എയിലുള്ള അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ ഡയറക്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പല ആളുകൾക്കും ഇതെങ്ങനെയാണ് നോക്കേണ്ടതെന്നറിയില്ല. നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡ്രൈവർ, സെയിൽസ് മുതൽ ഡാറ്റ എൻട്രി മുതൽ ഒരുപാട് വേക്കൻസികളുണ്ട്. ഫെബ്രുവരി 16-നാണ് ഇതിന് ഇൻ്റർവ്യൂ. 9 മണി മുതൽ 3 മണി വരെയാണ്. ദുബായിൽ വെച്ചാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഓൾറെഡി നോക്കിയ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ടതില്ല. അപ്പോൾ ഡൗട്ടുള്ള ആളുകൾ മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി. അതുപോലെ പുതിയതായിട്ട് കാണുന്ന ആളുകളും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാനായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിങ്ക് നമ്മളുടെ യൂട്യൂബിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ആ ഒരു ഇൻ്റർഫേസിൽ കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന ജോബ്, ഇതിപ്പോൾ ഈ വീഡിയോ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് താഴേക്ക് ഇതുപോലെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജൊക്കെ എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഏറ്റവും ഫസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്തു, അൽമദീന ഹൈപ്പർ മാർക്കറ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ഇൻ ദുബായ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും, ഈ ഒരു പേജ് കിട്ടും. ഈ ഒരു പേജിൽ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദുബായിൽ ജോബ് നോക്കുന്നുണ്ടോ, അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെയാണ് ജോബ് വേക്കൻസി ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ താഴേക്ക് എത്തുമ്പോൾ ജോബ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് ജോബ് ഡീറ്റെയിൽസിൽ കമ്പനി നെയിം അൽമദീന ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ ലൊക്കേഷൻ ദുബായ്. പിന്നെ ആപ്ലിക്കേഷൻ മോഡ് എന്ന് പറഞ്ഞത് വാക്കിൻ ഇൻ്റർവ്യൂ, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അതുപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഫ്രീ ആണ്, ഡയറക്റ്റ് ആണ്. എക്സ്പെക്റ്റഡ് സാലറി പാക്കേജ് കൊടുത്തിട്ടില്ല. ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഹൈസ്കൂൾ മുതൽ +2 അങ്ങനെ ഏത് ക്വാളിഫിക്കേഷൻ ആയാലും കുഴപ്പമില്ല, മിനിമം ക്വാളിഫിക്കേഷൻ അത്ര മതി. ഇൻ്റർവ്യൂ ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞത് സൺഡേ 16, അതായത് 16 ഫെബ്രുവരി 2025. അതായത് ഈ ഒരു ഇന്നിപ്പോൾ 13 അപ്പോൾ 16 ഫെബ്രുവരി. ടൈം 9 AM to 3 PM. ലൊക്കേഷൻ മെൻഷൻഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ജോബ് പൊസിഷൻസ് അവൈലബിൾ. ഏതൊക്കെ പൊസിഷൻസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. പിന്നെ ഈ കാണുന്നൊക്കെ ആഡുകളായിരിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പോകരുത്. ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പേജിലേക്ക് എത്തും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്ട് താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് സെയിൽസ്മാൻ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. ഏജ് പറയുന്നത് 21 to 35. ക്വാളിഫിക്കേഷൻ +2 കംപ്ലീറ്റഡ് ആയിരിക്കണം. എക്സ്പീരിയൻസ് 2 years. ഇത് UAE എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതുള്ളവർ മാത്രം നോക്കുക. അതുപോലെ സൂപ്പർവൈസർക്കും പറയുന്നുണ്ട് 3 to 4 year എക്സ്പീരിയൻസ്. ടീം ലീഡറിന് അതുപോലെ ഫുഡ് സെക്ഷനിലേക്ക് പറയുന്നത് 0 to 2 year. അപ്പോൾ അത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന ജോബാണ്. അപ്പോൾ നോട്ട് ചെയ്തൊക്കെ ഏതൊക്കെയാണ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റിയെന്നുള്ളത്. പിന്നെ ടീം ലീഡർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആണ്, നേരത്തെ ഫുഡ് സെക്ഷൻ ആയിരുന്നു, സോറി. അപ്പോൾ അതിൽ 2 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. +2 ഇപ്പോൾ ക്വാളിഫിക്കേഷൻ വേണം. ഏജ് പറയുന്നുണ്ട്. പിന്നെ ഫിഷ് കട്ടർ, പച്ചറൊക്കെ പറയുന്നത് 2 year എക്സ്പീരിയൻസ് ആണ്. അതുപോലെ സെക്യൂരിറ്റി 1 year പറയുന്നുണ്ട്. റിസീവർ 2 year പറയുന്നുണ്ട്. പിന്നെ കസ്റ്റമർ സർവീസ് അസിസ്റ്റൻറ്റ് മെയിൽ, അത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്, 0 to 1 year. അതുപോലെ ഡാറ്റ എൻട്രി, അതിൽ എക്സ്പീരിയൻസ് പറയുന്നില്ല, അപ്പോൾ അതും ഫ്രഷേഴ്സിന് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ ഡിഗ്രി, ഏറ്റവും മിനിമം പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്യാഷർ പറയുന്നുണ്ട്, അതും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ താഴെ കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഡ്രൈവർ വേക്കൻസി പറയുന്നുണ്ട്. അതിന് 2 രീതിയിലുള്ളതുണ്ട്. ലൈറ്റ് വെഹിക്കിൾ നോക്കുന്നവർക്കുള്ളതുകൊണ്ട് ഹെവി വെഹിക്കിളുണ്ട്. പക്ഷേ അത് എക്സ്പീരിയൻസ് വേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് കൊടുക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്നാണ്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് CV കോപ്പി വേണം, പാസ്പോർട്ട് വേണം, 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പിന്നെ ലേറ്റസ്റ്റ് വിസ കോപ്പി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവുക, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം. ഇതൊക്കെ ഒരു ടിപ്പുകൾ മാത്രമാണ്, ഇതൊന്നും അവർ പറയുന്നില്ല. ഒരു ടിപ്പുകൾ നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നതാണ്. അതുപോലെ നേരത്തെ എത്തണം, ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതണം, പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം, കോമൺ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ടിപ്പായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഏറ്റവും താഴെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻ്റർവ്യൂ വെന്യൂ ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഡേറ്റ് പറഞ്ഞ പോലെ 16 ഫെബ്രുവരി 2025. ടൈം പറഞ്ഞു 9 to 3 PM. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്തതാണ് ലൊക്കേഷൻ. ഈ കൊടുത്ത ലൊക്കേഷനാണ്. അപ്പോൾ നോക്കിയിട്ട് പോവുക. ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റും.
ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പേജ് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലൊക്കേഷൻ കിട്ടും. NMC മെഡിക്കൽ സെൻറ്ററിൻ്റെ നിയറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് മൊബൈൽ എടുത്താൽ ഒന്നുകൂടെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ അങ്ങനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടോ പോവാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് പാസ് ചെയ്യാം. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.